ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ഫസ്റ്റിലത്തെ വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൊതിച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴിക്കുന്നത് വേറെ തമിഴ് ഫാമിലിയാണ്. അവർ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ ലാസ്റ്റ് വരെ എല്ലാവരും കാണുക, അതിലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് വേവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും സവാളയൊക്കെ ഇട്ട് നല്ലപോലെ എണ്ണയ്ക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വേവിച്ച് അതിൽ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ തോരൻ വെക്കുന്ന. പിന്നെ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് അതിൽ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകൊക്കെ മേളിൽ കൂടെ വിതറുക. അപ്പം ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കുക. പിന്നെ നമ്മൾ പൊതിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ തോരൻ, മാങ്ങ അച്ചാർ, കുറച്ച് രസം, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇത് നമ്മുടെ ഫിഷ് പിക്കിളാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നു വിട്ടതാണ്. ഇപ്പം നമ്മൾ കേരളത്തിലല്ല ഉള്ളത്, കേരളത്തിന് പുറത്താണ്. അപ്പം നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അപ്പം ആ ഒരു കുറേ എന്നും കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അപ്പോൾ ആ ഒരു ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ കേരളമൊക്കെ വിട്ട് വേറെ സ്ഥലത്ത് വന്നപ്പോഴാണ് പൊതിച്ചോറും അങ്ങനെ കുറേ നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറെല്ലാം ആദ്യം എടുത്തു വെച്ചു. പിന്നെ അതിൽ കുറച്ച് ചമ്മന്തിയും പിന്നെ നമ്മൾ അതിൽ കൂടെ കുറച്ച് രസം ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ ആ രസമൊക്കെ ചോറിനകത്ത് ഇങ്ങനെ പിടിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ മറ്റേ ബീട്രൂട്ട് തോരനൊക്കെ നമ്മൾ വെച്ചു. നാട്ടിൽ എല്ലാവരും എപ്പോഴും കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ നാട് വിട്ട് നിൽക്കുന്നവർക്ക് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ടേസ്റ്റാണ്. ആ തമിഴ്നാട്ടുകാർ അവർ ഇത് കഴിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് പിക്കിൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫിഷൊന്നും കിട്ടാറില്ല നമ്മുടെ നാട്ടിൽ. പിന്നെ നമ്മൾ ഫിഷൊന്നും ഞാനങ്ങനെ അധികം കഴിക്കാറില്ല, അതുകൊണ്ടങ്ങനെ ഫിഷ് വാങ്ങാറൊന്നുമില്ല. ഇവിടുത്തെ ഫിഷ് നമുക്കങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ഫിഷ് പിക്കിളൊക്കെ വെച്ചു. പിന്നെ നമ്മൾ മുട്ട പൊരിച്ചതാണ് വെക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വാഴയിലയുടെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി എന്താ ടേസ്റ്റ് എന്ന് അറിയുമ്പോൾ കഴിക്കാൻ എനിക്കിപ്പോൾ തന്നെ നാവിൽ കൂടെ വെള്ളം ഊറുന്നുണ്ട്. അങ്ങനെ നമ്മളിത് പൊതിഞ്ഞ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോവാണ്. നമ്മൾ പൊതിച്ചോറ് കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നല്ലതാണോ എന്നെല്ലാം പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെയും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പൊതിച്ചോറ് ഇഷ്ടമുള്ളവരെല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. നമ്മൾ കേരളത്തിലല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഫുഡും പൊതിച്ചോറൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. பயங்கரமா மணக்குது, வாசனைகள் அழகிய தூக்குது. இதுதான் பொதுச்சோறு. பயங்கரமா பண்ணிருக்காங்க, பயங்கரம். டேஸ்ட் பண்ணி சொல்லு. ஓகே, அது ஃபிஷ் பிக்கல். நீ இது கொஞ்சம் எல்லாம் எடுக்கணும். ஃபிஷ் பிக்கல் கொஞ்சம், ஆம்லேட் கொஞ்சம், சம்மந்தி, சட்னி கொஞ்சம், ரைஸ் கொஞ்சம் எடுத்தாச்சு. இப்போ டேஸ்ட் பண்ணி பார்ப்போம் எப்படி இருக்குது. ஓகே, அடிப்படி பயங்கரம், ரொம்ப ரொம்ப சூப்பர். கொள்ளலாம், அடிப்பொலி டேஸ்ட்டு. எல்லோரும் ட்ரை பண்ணுங்கள். ரொம்ப 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 சூப்பர்.
தேங்க்யூ சூர்யா. எப்படி சாப்பிடணும்னா, குறைச்சி ரைஸ் எடுத்துடணும், கொஞ்சமாக ஆம்லேட்டு, கொஞ்சமாக ஃபிஷ் பிக்கலு, கொஞ்சமாக தோரனும், வெண்டைக்காவோட பொரியலும் வச்சு மிக்ஸ் பண்ணி அப்படியே சாப்பிடணும். சூப்பர் டேஸ்ட்டு.